നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഏതാണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ വിലയിരുത്തിക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ ക്ലാസ് തിരിച്ചപ്പോൾ 36 എ ക്ലാസ് മണ്ഡലങ്ങളാണ് അവർ കാണുന്നത്. ഇതിൽ എങ്ങനെ പോയാലും ഒരു 20 മണ്ഡലം ജയിക്കാൻ കഴിയുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു 5 മണ്ഡലത്തിലെങ്കിലും വിജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് ഒരു 15നും 20നും ഇടയ്ക്ക് സീറ്റുകൾ ബി ജെ പി നേടിയിരിക്കും എന്നുള്ള ഒരു വാർത്തയാണ്. അത് എൽ ഡി എഫും യു ഡി എഫും അതിനെ അപകടകരമായിട്ടാണ് കാണുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ലേ എന്ന് ചോദിക്കാം. കുറഞ്ഞിട്ടുണ്ട്, 3% കുറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി വിലയിരുത്തുമെന്നുള്ളത് വേറൊരു കാര്യം. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിൻ്റെ ഒരു ആഹ്ലാദ തിമിർപ്പുണ്ട് ബി ജെ പിക്ക്. ആ ആഹ്ലാദ തിമിർപ്പിൽ നിന്നുകൊണ്ടാണ് ഇനിയിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരുന്നു, അതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി എത്തുന്നു തലസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനായിട്ട്. അപ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ ഒരു മൈലേജ് അങ്ങോട്ട് കിട്ടുകയാണ്. അങ്ങനെ തലസ്ഥാനം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം കൂടി മാറുമ്പോൾ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാർ, സമുന്നത നേതാക്കന്മാരൊക്കെ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് വരികയാണ് ഇവിടുത്തെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു തലസ്ഥാനത്തെ പ്രധാന മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, ഇങ്ങനെ പോവുകയാണ്, കാട്ടാക്കട, ആറ്റിങ്ങൽ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എ ക്ലാസ് മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. കുമ്മനം രാജശേഖരനും ഒക്കെ മുമ്പ് അവിടെ മത്സരിച്ചിട്ടുള്ളതാണ്. സി പി എമ്മിനെ 3ാമത് ആക്കിയിട്ടുള്ള മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായി തീർന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ്. നേമം പോലെ തന്നെ ഇപ്പോൾ ശ്രീലേഖ IPS തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിച്ച് കൗൺസിലറായി മേയറാകുമെന്ന് ജനങ്ങൾ തന്നെ അങ്ങ് തീർച്ചപ്പെടുത്തി. പക്ഷേ പാർട്ടിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. ആ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ ഒരു വർത്തമാനമൊക്കെ മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ശ്രീലേഖയെ നിയമസഭാ സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൗൺസിലർ സ്ഥാനം രാജിവെക്കേണ്ടി വരും. ആ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ എങ്ങാനും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. കോർപ്പറേഷനിൽ അങ്ങനെ ഒരു 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 നൂൽക്കമ്പിയിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ശ്രീലേഖയും ശബരിനാഥും യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. ശബരിനാഥ് രാജിവെച്ചിട്ട് അവിടെ നിയമസഭയിൽ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ പറയുന്നത് എന്തായിരിക്കും? ബി ജെ പിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു. 72-75 വോട്ടിനാണ് അവിടെ മധുസൂദനൻ നായരെ തോൽപ്പിച്ചത്. വീണ്ടും അവിടെ ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് വേണ്ടി വഴിവെച്ചു കൊടുത്തു എന്നുള്ള ഒരു പേരുദോഷം കൂടി കേൾക്കേണ്ടി വരും. അപ്പോൾ രണ്ടുപേരും ഇവിടെ കൗൺസിലർമാരായി തുടരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്ക് മത്സരിക്കാൻ സാധ്യതയില്ല. വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 2.5 വർഷമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ടെലിവിഷൻ സീരിയൽ നടൻ കൂടിയായ കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയവും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 25 കൊല്ലമായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം തന്നെ വട്ടിയൂർക്കാവിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയവും. അപ്പോൾ പ്രവർത്തന പരിചയം കൂടുതലായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളതും വട്ടിയൂർക്കാവിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, തൃശൂർ സുരേഷ് ഗോപി ഏത് തരത്തിലായിരുന്നു അതുപോലെയാണ് കൃഷ്ണകുമാർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും.
അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളിൽ മുഴുവൻ അദ്ദേഹം എത്തുന്നു, കുടുംബ സംഗമത്തിൽ അദ്ദേഹം പങ്കുചേരുന്നു. അതുപോലെ തന്നെ ഈ ടെലിവിഷൻ സിനിമാ മേഖലകളിൽ നിൽക്കുന്നത് കൊണ്ട് സ്ത്രീജനങ്ങളുടെ വോട്ട് നന്നായി സമാഹരിക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കും. നായർ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാനായിട്ട് സാധിക്കും. കൂടാതെ പിന്നെ യുവജനങ്ങളുടെ വോട്ട് കൂടുതലായിട്ട് നേടിയെടുക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കും. ഇങ്ങനെ നിരവധി അനുകൂല ഘടകങ്ങളാണ് കൃഷ്ണകുമാറിൽ ഉള്ളത്. കൃഷ്ണകുമാർ ഒരിക്കലും ഒരു താരപരിവേഷമൊന്നും കാണിച്ച് നടക്കുന്ന ആളല്ല. ഒരു സാധാരണക്കാരനെ പോലെ ആ മണ്ഡലത്തിനകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തും. ഇനി വട്ടിയൂർക്കാവ് കൊടുക്കുന്നില്ല, പാർട്ടി പറയുന്നു ഇന്നടുത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കാനും തയ്യാറാണ്. 2021 അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ച് അതിശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കി. അതിലാണ് അന്ന് ആന്റണി രാജു വിജയിച്ചു പോയത്. അത് കഴിഞ്ഞ് 2024 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അപ്പോൾ പാർട്ടി പറയുന്നിടത്ത് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവിനാണ് താൻ മുൻഗണന നൽകുന്നത്. അവിടെ ഞാൻ അത്രത്തോളം പ്രവർത്തന പരിചയം പ്രകടിപ്പിച്ചു, വോട്ടർമാരുമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ടാക്കി, താഴെത്തട്ടിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന അനുകൂല ഘടകമാണ് താൻ അവിടെ സൃഷ്ടിച്ചതെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഈ അവസരത്തിലാണ് കെ സുരേന്ദ്രൻ എന്താ അവിടേക്ക് ഇറങ്ങുകയാണ്. കെ സുരേന്ദ്രനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. കെ സുരേന്ദ്രൻ താഴെ തട്ടിൽ നിന്ന് വന്ന മികച്ച നേതാവ് തന്നെയാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. മഞ്ചേശ്വരത്ത് 73-75 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട വ്യക്തിയാണ്. സമുന്നതനായ നേതാവാണ്. പക്ഷേ ഈ കെ സുരേന്ദ്രന് എന്തുകൊണ്ട് വടക്കുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചുകൂടാ? എല്ലാവർക്കും തലസ്ഥാനത്തേക്ക് തന്നെ ചേക്കേറണമെന്നൊന്നുമില്ലല്ലോ. സുരേന്ദ്രൻ ഒരു സമയത്ത് 2 മണ്ഡലത്തിൽ മത്സരിച്ചില്ലേ? ഹെലികോപ്റ്ററിലല്ലായിരുന്നോ യാത്ര? എന്തിനെ അന്ന് ഒരിടത്ത് ജയിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരിടത്ത് മത്സരിച്ചാൽ പോരെ? ഇപ്പോൾ ഇവിടേക്ക് വന്ന് പാർട്ടിയിൽ ഒരു ആഭ്യന്തര കലകം തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഈ പ്രശ്നം എന്ന് പറയുന്നത്? ഇപ്പോൾ വട്ടിയൂർക്കാവിലാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലേഖയ്ക്ക് ഇനിയും ആജീവനാന്തം ഇവിടെ കൗൺസിലറായിട്ട് തുടരുന്നതിൽ അതൊരു ശരിയായ രീതി അല്ല എന്നുള്ളതാണ്. ശ്രീലേഖ തന്നെ പറയുന്നുണ്ട്, മേയറായിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു രീതി അല്ലല്ലോ വേണ്ടത്. ജനങ്ങൾ അർപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റും എന്ന് പറയുന്നുണ്ട്. അത് നടക്കട്ടെ. കൃഷ്ണകുമാറിന്റെ ശ്രീലേഖയ്ക്ക് മറ്റെന്തെല്ലാം പദവികളിലേക്ക് കൊണ്ടുവരാം. ഉയർന്ന പോലീസ് മേധാവിയായിട്ടിരുന്നതല്ലേ? അപ്പോൾ അത്തരത്തിലേക്ക് മാറി വേറൊരു സർക്കാരിന് തന്നെ നോമിനേറ്റ് ചെയ്യാവുന്ന ഇടങ്ങൾ എത്രയോ ഇടങ്ങളിലുണ്ട്. അതിലേക്ക് ശ്രീലേഖ പോകട്ടെ. വട്ടിയൂർക്കാവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം 2026 കേരള നിയമസഭയിൽ എത്തിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ അത് കൃഷ്ണകുമാറിനെ തന്നെ ഇവിടെ ഇറക്കണം. കാരണം കൃഷ്ണകുമാർ 2.5 വർഷമായി അവിടെ പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് പാർട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്. മാരാർജി ഭവന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മണ്ഡലമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടും വട്ടിയൂർക്കാവിന് യോഗ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് കൃഷ്ണകുമാർ തന്നെയാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ ഇനിയും വലിയ വടംവലിയോ പിടിവലിയോ ഒന്നും വേണ്ട. കൃഷ്ണകുമാറിനെ അങ്ങോട്ട് ഇറക്കുക, നിങ്ങൾക്കത് നിയമസഭയിൽ എത്തിക്കാൻ കഴിയും എന്ന് കൃഷ്ണകുമാർ തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.